പ്രിയദാസനും കാലത്തിൻ മാതൃകയും യുവത്വത്തിൻ വഴികാട്ടിയുമാ കാർലോയെ പ്രാർത്ഥിക്കണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ തന്നെ അങ്ങേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനകളും യാചനകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. യുവജന സുഹൃത്തും മധ്യസ്ഥനുമായി കാർലോസ് അക്വിത്തസിനെ വാഴ്ത്തപ്പെട്ടവനായി ഉയർത്തി അങ്ങയുടെ കാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. വാഴ്ത്തപ്പെട്ട കാർലോസിനെ പോലെ ഞങ്ങളും ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങിയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. കാരുണ്യവാനും ആശ്വാസദായകനുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ആധുനിക കാലത്തിൻ്റെ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകമെങ്ങും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പ്രചരിപ്പിച്ച കാർലോയെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥനുമായി നൽകിയല്ലോ. കാലത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ദൈവരാജ്യത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടും. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അരുളിച്ചെയ്ത ഈശോയെ, ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാനും വിശുദ്ധിയുടെ പരിമളം ലോകമെങ്ങും പ്രസരിപ്പിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകമായി ശാരീരിക അസ്വാസ്ഥ്യം അനുഭവിക്കുന്നവരെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. വേദനകളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അങ്ങ് നൽകിയ രക്ഷ സ്വന്തമാക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശാരീരിക വിശുദ്ധി സൂക്ഷിക്കാൻ കാർലോ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ മീഖായേൽ മാലാഖയുടെ പ്രാർത്ഥന ഇപ്പോൾ നമുക്ക് ഏറ്റുചൊല്ലാം. മുഖ്യദൂതനായ വിശുദ്ധ മീഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും
ഉപരിതലങ്ങളെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതിനു മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ ഇനി ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. വിനയത്തിന്റെ മാതൃക നൽകി കാലിത്തൊഴുത്തിൽ പിറന്ന ഈശോയെ, അങ്ങേ അനുകരിച്ച് വിനയത്തിലും ദൈവഭക്തിയിലും സമാധാനവും ശാന്തപൂർണവുമായ ജീവിതം നയിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഈ സൈബർ യുഗത്തിൽ കാർലോയെ പോലെ അങ്ങ് ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളും താലന്തകളും ദൈവരാജ്യത്തിനായി സന്തോഷപൂർവ്വം സമർപ്പിക്കാൻ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. നരകുലരക്ഷകനാ മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താ യൂദയ സഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കായി ജിത്തിലെ സഭയിൽ യോഹന്നാനെ പേസോസിൽ നാഥ ജനതദേ ഗ്രന്ഥം ധ്യാനിപ്പൂനിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു, മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6 തിരുവചനങ്ങൾ 54 മുതൽ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയിർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വാഴ്ത്തപ്പെട്ട കാർലോസിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. കാർലോസിനെ വിശുദ്ധനാക്കുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കാർലോസ് എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനായിരുന്നു. നമ്മളെപ്പോലെയൊക്കെ തന്നെ പച്ച മാംസവും രക്തവും ഒക്കെയുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞൊരു കുഞ്ഞ്. പക്ഷെ നമ്മളിലേക്ക് കർത്താവ് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് തന്നെ വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഹൃദയവാതിൽക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എനിക്ക് വേണ്ടി ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു തന്നാൽ ഞാൻ ഹൃദയത്തിനകത്ത് പ്രവേശിക്കുകയും അവനോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുക ചെയ്യും എന്ന് വചനം നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ കാർലോസിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാർലോസ് ഈശോയെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ് കാർലോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാർലോസിന് നമ്മളെപ്പോലെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കാർലോസ് തന്നെ പറയുന്നുണ്ട്, വിശുദ്ധ കുർബാനയിലെ ഈശോ ആണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ഈശോ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈശോ ശരീരവും രക്തവും നമുക്ക് വേണ്ടി വെച്ച് വിളമ്പുന്നതിൻ്റെ പിന്നിൽ ഒരൊറ്റ കാര്യമുള്ളൂ. ഈശോ നമ്മുടെ പുറത്ത് നിൽക്കാനല്ല, അകത്ത് നിന്ന് നമുക്ക് വേണ്ടി നമ്മളിൽ പ്രവർത്തിക്കാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ അപ്പമായി തീർന്നത്. അതുകൊണ്ട് വചനത്തിൽ ഈശോ ഇന്നത്തെ വചനത്തിൽ നമ്മളോട് പറയുകയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഇപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടുകാരും ബന്ധങ്ങളും ഒക്കെ പുറത്താണ്. ഈ ലോകത്തിൻ്റെ എല്ലാ ബന്ധങ്ങളും ഹൃദയത്തിന് പുറത്താണ്. പക്ഷെ ഹൃദയത്തിലേക്ക് വന്നൊരു ബന്ധം സ്ഥാപിക്കുന്ന വ്യക്തി അത് പരിശുദ്ധ കുർബാനയിലെ ഈശോയാണ്. ആ ബന്ധത്തോട് നമ്മൾ ആമേൻ പറഞ്ഞാൽ
നമ്മുടെ ജീവിതം മാറും. പിന്നെ ഈശോ ആണ് നമ്മളെ നയിക്കുന്നത്. അവിടെ നമ്മൾ പൗലോസ്ലീഹയൊക്കെ പറഞ്ഞതുപോലെ നമുക്കും പറയാനായിട്ട് കഴിയും, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ സുവിശേഷം ഉള്ളിൽ നിരന്തരം കാർലോയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു അഗ്നിയായി കത്തിക്കൊണ്ടിരുന്നു. കാർലോ മരിച്ചപ്പം അത് ഈ ലോകത്തിൻ്റെ മുഴുവൻ ഒരു തീയായി മാറി എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ ബലിപീഠത്തിൽ നിന്നും ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്, ഈശോ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഈ കാർലോയുടെ നൊവേനയൊക്കെ ചൊല്ലി നമ്മൾ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കുമ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഹൃദയവാതിലുകൾ ദിവ്യകാരുണ്യ ഈശോയ്ക്കായി തുറക്കാനായിട്ടുള്ള ഒരു വിളിയും വെല്ലുവിളിയുമാണ് കാർലോ നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം. ഈശോ നമ്മളെല്ലാവരെയും ഈ പ്രാർത്ഥനാ ശുശ്രൂഷകളിലൂടെ അനുഗ്രഹിക്കട്ടെ. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന് ഈശോയെ ധ്യാനിച്ചുകൊണ്ട്, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. യുവാവായ ഈശോയെ കാണാതായ ആടിനെ തേടിയിറങ്ങിയ നല്ല ഇടയനായ ഈശോയെ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാകുവാൻ ഞങ്ങളെ വിളിച്ച ഈശോയെ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ ആഹ്വാനം ചെയ്ത ഈശോയെ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. സുവിശേഷത്തിലെ ഈശോയെ അനുകരിച്ച് ഞങ്ങളും വിശുദ്ധി പ്രാപിക്കുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. സുവിശേഷ തീഷ്ണതയാൽ ഞങ്ങളുടെ യുവജനങ്ങൾ നിറയുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങൾ ശരിയായ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങളിൽ നിന്ന് ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ജീവിത സാഹചര്യങ്ങളിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കഴിവുകൾ സുവിശേഷത്തിന്റെ പുരോഗതിക്കായി പ്രയോജനപ്പെടുത്തുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങൾ ശാരീരികവും ആത്മീയവുമായ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. തെറ്റായ ബന്ധങ്ങളിൽ നിന്നും ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. തെറ്റായ പ്രബോധനങ്ങളിൽ നിന്നും പരിശീലനങ്ങളിൽ നിന്നും, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ക്രോധം, ദേഷ്യം മുതലായ അശുദ്ധികളിൽ നിന്നും, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ ലോകത്തിൽ ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന എല്ലാ പരിശുദ്ധ കുർബാനയോടും ചേർത്ത് കർത്താവിൻ്റെ കാൽവരി ബലി മുതൽ ഇപ്പോൾ വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെട്ട എല്ലാ പരിശുദ്ധ കുർബാനയോടും ചേർത്ത് ഇപ്പോൾ മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടാനിരിക്കുന്ന എല്ലാ പരിശുദ്ധ കുർബാനയുടെ അഭിഷേകത്തോട് ചേർത്ത് നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും വാഴ്ത്തപ്പെട്ട കാർലോസ് വഴി ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ലോകരക്ഷകനായ ഈശോയെ, വാഴ്ത്തപ്പെട്ട കാർലോയെ ഞങ്ങൾക്ക് മാതൃകയും തുണയുമായി നൽകിയല്ലോ. ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുകയും അവനായി സ്വയം സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും രക്ഷാകരമാക്കി അങ്ങയുടെ ദാസനെ അനുകരിച്ച് ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഒപ്പുമായി തീരുവാനുള്ള ഞങ്ങളുടെ വിളിയോട് പൂർണ്ണമായി വിധേയപ്പെടാനും അനേകരെ രക്ഷയിലേക്ക് നയിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ജപം. വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. സൈബർ അപ്പസ്തോലനായ കാർലോയെ, ഈശോ നൽകിയ താലന്തുകളെ ചെറുപ്രായത്തിൽ തന്നെ വർദ്ധിപ്പിക്കുകയും ദിവ്യകാരുണ്യ ഭക്തിയിലും മാതൃഭക്തിയിലും അടിയുറച്ച് ജീവിക്കുകയും ചെയ്ത അങ്ങ് സൈബർ ലോകത്ത് ഞങ്ങളുടെ മധ്യസ്ഥനും തുണയുമാകണമേ. സമൂഹ മാധ്യമങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാനും മാധ്യമ മേഖലകളിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാനും സഭയ്ക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ
അവയെ ഉപയോഗിക്കാനും വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായി തിരുസഭയെയും സഭാ ശുശ്രൂഷകളെയും വേട്ടയാടുന്ന എല്ലാ മാധ്യമങ്ങളിൽ നിന്നും വിവേകപൂർവ്വം അകന്നു നിൽക്കുവാനും ഇരുളടഞ്ഞ മാധ്യമവീതിയിൽ സത്യത്തിൻ്റെ പ്രകാശമായി കത്തിജ്വലിക്കുവാനും ഞങ്ങളുടെ യുവജനങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങളെ തെറ്റായ സ്നേഹബന്ധങ്ങളിൽ നിന്നും ജഡികാഭിലാഷങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും പിന്തിരിയുവാൻ വേണ്ട കൃപയ്ക്കായി അങ്ങ് ഈശോയുടെ മാധ്യസ്ഥം വഹിക്കണമേ. ഈശോ വസിക്കുന്ന ആലയമായ ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലവും വിശുദ്ധവുമായി കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പാവങ്ങളോടും അനാഥരോടും അനുകമ്പ കാട്ടുവാനും മറ്റുള്ളവരെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠതയായി കരുതി ബഹുമാനിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകമായി തിരുസഭയുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ അധികമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത കാർലോയെ സഭയുടെ എല്ലാ നവമാധ്യമ പ്രവർത്തനങ്ങൾക്കും മാധ്യസ്ഥമേകണമേ. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനകളിൽ മേലും അങ്ങേ ശക്തമായ മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. 21-ാം നൂറ്റാണ്ടിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ദിവ്യകാരുണ്യ ഭക്തി അനേകരിലേക്ക് എത്തിച്ച കാർലോയെ ഞങ്ങളും അങ്ങേ മാതൃക അനുകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാനിടയാക്കണമേ. ആമേൻ. നമുക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നല്ലവനായ ദൈവമേ, ലോകമാസകലമുള്ള യുവജനങ്ങളെ അങ്ങേ പരിപാലനയ്ക്കായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യുവജനങ്ങളിൽ നിന്നും ധാരാളം ദൈവവിളികൾ ഉണ്ടാകാനും വിവാഹ തടസ്സങ്ങൾ മാറുവാനും ഞങ്ങളുടെ ജീവിതാന്തസ്സിൽ വിശ്വസ്തരായിരിക്കാനും അങ്ങ് അവരിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിരവധിയായ കഴിവുകളും താലന്തുകളും വിശുദ്ധമായി കണ്ട് അവയെ വർദ്ധിപ്പിക്കാനും കൃപയരുളണമേ. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുവാനും നവസുവിശേഷവൽക്കരണത്തിൻ്റെ വക്താക്കളാകുവാനും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ജീവിതയാത്രയിൽ കാർലോയുടെ മധ്യസ്ഥം ഞങ്ങൾക്ക് അഭയവും തുണയുമാകട്ടെ. പ്രത്യേകമായി നൊവേനയിൽ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും ദയാപൂർവം സ്വീകരിക്കണമേ. ലോകയാത്രയിൽ വിശുദ്ധിയിൽ ആഴപ്പെടാനും ജീവിത വിശുദ്ധിയും ആത്മനിയന്ത്രണവും വഴി അങ്ങ് പകർന്നു തന്ന നിത്യരക്ഷ സ്വന്തമാക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യനാഥനായ ഈശോ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളിലും വേദനകളിലും നമ്മുടെ അഭയവും തുണയുമാകട്ടെ. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രാർത്ഥനകൾ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വാഴ്ത്തപ്പെട്ട കാർലോയെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വാഴ്ത്തപ്പെട്ട കാർലോയെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. സൈബർയുഗത്തിൽ ജീവിക്കും ഞങ്ങൾക്ക് വിശുദ്ധിത പരിമളമായവനെ. സൈബർയുഗത്തിൽ ജീവിക്കും ഞങ്ങൾക്ക് വിശുദ്ധിത പരിമളമായവനെ. നിർമ്മല ജീവിതം പാരിൽ നയിക്കാൻ ഞങ്ങൾക്കായി